ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉച്ചവരെയുള്ള നമ്മുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചായക്ക് കുഴക്കട്ടയും ചമ്മന്തിയും. അപ്പോൾ കുഴക്കട്ടയ്ക്ക് നമ്മൾ അരിയൊക്കെ കുഴച്ച് ഉരുളകളാക്കി ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് ആണ് ഇന്നത്തെ കുഴക്കട്ട. വെള്ളത്തിലിട്ടിട്ടും തിളപ്പിച്ച് അങ്ങനെ കുഴക്കട്ട ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ആവിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ചമ്മന്തി, ഒരു അട്ടിപ്പൊളി ചമ്മന്തി വേണ്ടേ. അപ്പോൾ തേങ്ങയും ചെറിയുള്ളിയും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുഴക്കട്ട വെന്ത് നമ്മളിത് ചൂടാറിയ ശേഷം അതിങ്ങനെ 4ആയിട്ട് കട്ട് ചെയ്ത് വെക്കും. അതിന് വറവിടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടി വേണം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഞാൻ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട്, വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഈ കുഴക്കട്ടയും ചമ്മന്തിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മളൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി രാവിലത്തെ ചായയൊക്കെ കുടിച്ചേ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഇന്ന് ഉച്ചത്തേക്ക് എന്താ വേണ്ടതെന്ന് നോക്കാന്ന്. അപ്പോൾ കുറച്ച് ചീര ഉണ്ടായിട്ടുണ്ട്, അത് കട്ട് ചെയ്യേണ്ട സമയമായിക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നേരെ ചീര കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോഴാണ് നമ്മൾ ഒരു വെണ്ടക്കായ ഒരു 3 ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിൽ വലുതായതൊന്നും മാത്രമാണ്. അത് വെണ്ട പെട്ടെന്നല്ലേ മൂത്തുക. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തു. അതേപോലെ തന്നെ ചീര മുന്നേ ഞാൻ കട്ട് ചെയ്തതാണ്. ഇത് വീണ്ടും വന്നതാട്ടോ, വീണ്ടും തളിർത്ത് വന്നതാണ്. എന്നാൽ പിന്നെ അതും കൂടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് മുഴുവനും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ ഉപ്പേരിക്കുള്ളതായി, ഉച്ചക്കത്തേക്ക് ഉപ്പേരിക്കുള്ളതായി. കറി ഇന്ന് സാമ്പാർ വെക്കാൻ നേരത്തെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരെ ചോറിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിക്കില്ല. അപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തുണിയൊക്കെ ആറിയിടുകയാണ് കേട്ടോ. ആറിയിടുകയെന്ന് ഞങ്ങൾ പറയും. അപ്പോൾ ഞങ്ങൾ ആറിയിടുകയെന്ന് പറയും. അപ്പോൾ തുണി എന്തായാലും ഉണക്കാനിടുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ എന്ത് ചെയ്ത് തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്, ആറിയിട്ട പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കിച്ചണിൽ ഇനിയിപ്പോൾ രാവിലത്തെ ചായ കുടിച്ച പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ചോറിന് വെള്ളം വെക്കാൻ. ചോറ് പിന്നെ പെട്ടെന്നാവും കേട്ടോ, പെട്ടെന്ന് വേവുന്ന അരിയാണ്. പിന്നെ നമ്മൾ ഓരോ അടുപ്പിലും ഓരോന്നങ്ങ് വെച്ച് കൊടുത്താൽ പെട്ടെന്നാകുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ചോറിൻ്റെ വെള്ളം അവിടെ വെച്ചു. ഇനിയുള്ളത് സാമ്പാറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കണ്ടല്ലോ, വീഡിയോ ലെങ്തി ആയി പോകുമല്ലോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വേവിക്കണം. അപ്പോൾ പരിപ്പെടുത്ത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത് കുക്കറിലോട്ടിട്ട് കഴുകി കുക്കറിലോട്ടിട്ട് പരിപ്പിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പുളി കുറച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്താൽ അപ്പം പരിപ്പായി, ചോറിന് വെള്ളം വെച്ച് അരി ഞാൻ അങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. വെള്ളം തിളയ്ക്കുമ്പോൾ അരി ആ സൈഡിൽ കൂടെ അങ്ങ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാമ്പാറിൻ്റെ പരിപാടി നോക്കാം. അതിന് ഞാൻ വീണ്ടും അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഞാൻ എന്ത് ചെയ്ത് കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തത് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. അതായത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് ഈ കഷ്ണത്തിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിക്കൊടുക്കുകയാണ്. ഒരു കുറച്ച് സമയം ആ ഒരു മുളക് പൊടിൻ്റെയൊക്കെ ഒരു മണമില്ലേ, പച്ചമണമൊക്കെ മാറുന്ന വരെ ഞാനതങ്ങനെ വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പുളിയില്ലേ, പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വെണ്ടയില്ലേ, വെണ്ട പിന്നെയാണ് ഇട്ടത്, അതും കൂടി ഇട്ടു. അപ്പോൾ കഷ്ണം എല്ലാം വെന്തു. ആ വേവുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങയും കൂടി വറുത്തിക്കുക കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ പരിപ്പ് വെന്തിക്ക് ആ വെന്ത പരിപ്പും കൂടി ഈ കഷ്ണത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു, നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ എന്ത് ചെയ്ത് പിന്നെ ഈ കറിയിലോട്ട് കലക്കി കൊടുത്തു. നന്നായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് എന്താണ്, മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇതിലിനി പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഞാനിത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില നേരത്തെ പറിച്ചല്ലോ, അതും പിന്നെ എന്ത് ചെയ്ത് മല്ലിയിലയൊക്കെ ഇട്ട് ഒരു വറവ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ചീരയൊക്കെ ഞാൻ ഫ്രഷായി കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒരു കുക്കർ വെച്ച് എണ്ണ ചൂടായ ശേഷം അതിലോട്ട് ഇട്ട് വാടിയ ശേഷം ഞാനതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു 3 മുട്ടയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്. എന്നിട്ട് എന്ത് ചെയ്തു, അത് മുട്ട ഒന്ന് സൈഡിൽ നിന്ന് വെന്ത ശേഷം ഒന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ